Good evening to all. Calicut University 6th sem BCom ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓഡിറ്റ് ആൻഡ് ബുക്ക് കീപ്പിംഗ് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമുക്ക് ബുക്ക് കീപ്പിംഗ്. ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഡെയിലി ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ ബുക്സ്. അതായത് നമ്മുടെ ഡെയിലി ട്രാൻസാക്ഷൻസ്, ഒരു ബിസിനസ് അണ്ടർടേക്കിങ്സിൽ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അത് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദി അക്യുറസി ഓഫ് ദി എൻട്രീസ് മെയ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ ബുക്ക് കീപ്പേഴ്സ്. ഓക്കെ, അതായത് ബുക്ക് കീപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിലെ എൻട്രീസിൽ അക്യുറസി വെരിഫൈ ചെയ്യാം. അതിനാണ് എന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് ദി അക്യുറസി ഓഫ് ദി എൻട്രീസ് മെയ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ അക്കൗണ്ട്സ് ക്ലർക്ക്. ഓക്കെ, പിന്നെ ബുക്ക് കീപ്പിങ്ങിൻ്റെ നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ദ വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ഡൺ ബൈ ദ ജൂനിയർ അക്കൗണ്ടൻസ് ഓർ ബുക്ക് കീപ്പേഴ്സ്. അതായത് ആ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് ചെയ്യുന്നത് ആരാണ്, ഒന്നൊക്കെ ജൂനിയർ അക്കൗണ്ടൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് കീപ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഓഡിറ്റിംഗ് ആരാ നടക്കുന്നത്, വർക്ക് ഈസ് ഡൺ ബൈ ഓഡിറ്റേഴ്സ്. ഓക്കെ, മൂന്നാമത്തെയാണ് ജനറലി ബുക്ക് കീപ്പേഴ്സ് ഡു നോട്ട് പോസസ് എനി സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതായത് ബുക്ക് കീപ്പേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. എന്തിനു വേണ്ടിയിട്ട്, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജനറലി ബുക്ക് കീപ്പേഴ്സ് ഡു നോട്ട് പോസസ് എനി സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. അത് ബുക്ക് കീപ്പേഴ്സിൻ്റെ കേസിൽ. എന്നാൽ ഓഡിറ്റേഴ്സിൻ്റെ കേസിലോ, ദ ഓഡിറ്റേഴ്സ് ആർ റിക്വയർഡ് ടു ഹാവ് സ്പെഷ്യൽ നോളജ് ആൻഡ് ട്രെയിനിങ്. അതായത് ഓഡിറ്റിംഗ് നടത്തുന്നത് ഓഡിറ്റേഴ്സ് ആയിരിക്കും. അങ്ങനെ ഓഡിറ്റേഴ്സ് അത് നടത്തണം എന്നുണ്ടെങ്കിൽ അവർ CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും എന്ത് നടത്തുന്നത്, ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമാണ് എന്തിനു വേണ്ടിയിട്ട്, ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, the work is bookkeeping is mainly concerned with journalizing, posting, totaling and balancing various ledger accounts. അതായത് ബുക്ക് കീപ്പിങ്ങിൽ വരുന്ന മെയിനായിട്ടുള്ള വർക്കുകളാണ് എന്തൊക്കെ, ജേർണലൈസിങ്, പോസ്റ്റിംഗ്, ടോട്ടലിംഗ് ആൻഡ് ബാലൻസിങ് വേരിയസ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഓക്കെ, ദ മെയിൻ വർക്ക് ഈസ് കൺസേൺഡ് വിത്ത് വെരിഫിക്കേഷൻ ആൻഡ് ത്രൂ സ്ക്രൂട്ടിനിറ്റി ഓഫ് അക്കൗണ്ട്സ് ആസ് ദി റെക്കോർഡ് ട്രാൻസാക്ഷൻ ആർ ബോണഫൈഡ്. അതായത് നമ്മുടെ അക്കൗണ്ട്സ് സ്ക്രൂട്ടിനിറ്റി ചെയ്യുക, അതുപോലെ തന്നെ വെരിഫൈ ചെയ്യുക, അതൊക്കെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ വർക്കായിട്ട് പറയുന്നത്. ദ മെയിൻ വർക്ക് ഈസ് കൺസേൺഡ് വിത്ത് വെരിഫിക്കേഷൻ ആൻഡ് ത്രൂ സ്ക്രൂട്ടിനിറ്റി ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ വർക്ക് ഈസ് മോർ ഓർ ലെസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഓഫ് റുട്ടീൻ ഇൻ നേച്ചർ. അതായത് മേ ബി അത് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും, ഒരു മെക്കാനിക്കൽ നേച്ചർ വരുന്നതാണ് ഇത് പറയുന്നത്, നമ്മുടെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ദ വർക്ക് ഓഫ് ഓഡിറ്റിംഗ് ഈസ് ഓഫ് ടെക്നിക്കൽ നേച്ചർ. അതായത് നമ്മുടെ ഓഡിറ്റിങ്ങിന് ഒരു ടെക്നിക്കൽ നേച്ചറിൻ്റെ ഒരു ക്യാരക്ടറാണുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഡൺ ത്രൂ ഔട്ട് ദി ഇയർ. അതായത് ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി ഓഡിറ്റിംഗ് ഈസ് അറ്റ് ദി കമ്പൽഷൻ ഓഫ് ദി ഇയർ. അതായത് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലായിരിക്കും എന്ത് നടക്കുന്നുണ്ടായിരിക്കുക, നമ്മുടെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബുക്ക് കീപ്പേഴ്സ് ആർ റെഗുലർ ആൻഡ് പെയ്ഡ് എംപ്ലോയീസ്. ബുക്ക് കീപ്പേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ റെഗുലർ എംപ്ലോയീസ് ആണ്, ഡെയിലി വരുന്നവരും പോകുന്നവരും അവിടെ വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, അവർ പെയ്ഡ് എംപ്ലോയീസ് ആണ്. എന്നാൽ ഓഡിറ്റേഴ്സ് ആർ ഔട്ട്സൈഡേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ ദി സ്പെസിഫിക് ജോബ് ആൻഡ് ആർ പെയ്ഡ് എ ഫിക്സഡ് ഫീ. ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് പുറത്തുള്ളവരാണ്, അവരൊരു സ്പെസിഫിക് ആയിട്ടുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്, അവരുടെ ഫീ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ബുക്ക് കീപ്പിംഗ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ അപ്രോച്ച്, ഓഡിറ്റ് വർക്ക് ഈസ് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ ഇൻ അപ്രോച്ച്. പിന്നെ ദ വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് പ്രൊസീഡ്സ് ഓഡിറ്റിംഗ്. അതായത് ഓഡിറ്റിങ്ങിന് മുന്നെയാണ് എന്ത് നടക്കുക, ബുക്ക് കീപ്പിംഗ് നടക്കുക. ഓക്കെ, ദ വർക്ക് ഓഫ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട്സ് വേർ ദ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. എന്നാൽ ഓഡിറ്റിംഗ് എപ്പോഴാണ് നടക്കുന്നത്, ബുക്ക് കീപ്പിംഗ് എപ്പോഴാണോ എൻഡ് ആവുന്നത് അപ്പോൾ നമ്മുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ് ഈസ് ഓഫ് ദി കറൻറ്റ് പീരീഡ്, ഓഡിറ്റിംഗ് ഈസ് റെട്രോസ്പെക്റ്റീവ്.
പിന്നെ ബുക്ക് കീപ്പേഴ്സ് നീഡ് നോട്ട് പ്രിപ്പയർ റിപ്പോർട്ട്സ് ദ റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ വാരിയസ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ദി ഫേംസ്. അതായത് ബുക്ക് കീപ്പേഴ്സിന് റിപ്പോർട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഡെയിലി ട്രാൻസാക്ഷൻസ് അത് എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി. അല്ലാണ്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട അത് ആർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബുക്ക് കീപ്പേഴ്സിന് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഓഡിറ്റേഴ്സ് മസ്റ്റ് പ്രിപ്പയർ എ റിപ്പോർട്ട് ആൻഡ് സെൻഡ് ടു ദ പേഴ്സൺ ഹു അപ്പോയിൻറ്റഡ് ഹിം. എന്നാൽ ഓഡിറ്റേഴ്സ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം, അത് ഒരാൾക്ക് എന്ത് ചെയ്യുകയും വേണം, സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് ബുക്ക് കീപ്പിംഗ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അക്കൗണ്ടൻസി നോക്കാം. അക്കൗണ്ടൻസി ബിഗിൻസ് വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അതായത് ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ അക്കൗണ്ടൻസി എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. എന്നാൽ ഓഡിറ്റിങ്ങോ, വേർ അക്കൗണ്ടൻസി എൻഡ്സ് ഓഡിറ്റിംഗ് ബിഗിൻസ്. അക്കൗണ്ടൻസി എൻഡ് ചെയ്യുമ്പോൾ ഓഡിറ്റിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുമ്പോൾ അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യും, അക്കൗണ്ടൻസി എൻഡ് ചെയ്യുമ്പോൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദ മാൻ ഹൂ പെർഫോം ദ വർക്ക് ഓഫ് അക്കൗണ്ടൻസി ഈസ് കോൾഡ് അക്കൗണ്ടൻറ്റ്. അതായത് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഉണ്ടല്ലോ, അതാരാണോ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, പണമിടപാടുകൾ, അപ്പോൾ അത്തരത്തിലുള്ള ജോലിയൊക്കെ ആരാണോ ചെയ്യുന്നത് അയാളെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ദ മാൻ ഇൻട്രസ്റ്റഡ് വിത്ത് ദ വർക്ക് ഓഫ് ഓഡിറ്റിംഗ് ഈസ് കോൾഡ് ആൻ ഓഡിറ്റർ. അതായത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നത്, ഓഡിറ്റർ എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ടൻസിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ദി അക്കൗണ്ടൻറ്റ് പാസ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എക്സാമിനേഷൻ. അതായത് അക്കൗണ്ടൻറ്റിൻ്റെ കേസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എക്സാം, അത് നമ്മൾ എന്ത് ചെയ്യണം, പാസ് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ ദി അക്കൗണ്ടൻറ്റ് ടു പാസ് ദ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എക്സാമിനേഷൻ. അത് അക്കൗണ്ടൻറ്റിൻ്റെ കേസിൽ. എന്നാൽ ഓഡിറ്ററുടെ കേസിലോ ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ഹിം ടു പാസസ് CA ഡിഗ്രി ആൻഡ് എ മെമ്പർഷിപ്പ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. CA ഡിഗ്രിയും അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു മെമ്പർഷിപ്പും ഒരു ഓഡിറ്റർക്ക് എന്താണ്, കമ്പൽസറിയാണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ്, നമ്മുടെ അക്കൗണ്ടൻസിൻ്റെ കേസിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് ദി അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു അക്കൗണ്ടൻസിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് എന്തൊക്കെ, ട്രയൽ ബാലൻസ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് മേക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒരു അക്കൗണ്ടൻസിയിൽ വരുന്നതാണ്. ഓക്കെ, എന്നാൽ ഓഡിറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദർ അക്യുറസി. അതായത് അക്യുറസി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ക്രിട്ടിക്കലായിട്ട് എക്സാമിൻ ചെയ്യുക, അതിൻ്റെ കൃത്യത ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഒരു ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ അക്കൗണ്ടൻറ്റ്സ് പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദി കൺസേൺ. അതായത് ഒരു കൺസേണിലെ ട്രയൽ ബാലൻസും അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ടും ഒരു അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദ ഓഡിറ്റർ ഈസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ഫൈനൽ അക്കൗണ്ട്സ് എക്സിബിറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കൺസേൺ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ വർക്ക് ഓഫ് അക്കൗണ്ടൻസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഹോൾ ഫിനാൻഷ്യൽ ഇയർ. അതായത് അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഒരു വർക്കാണ്. എന്നാൽ ഓഡിറ്റിംഗ് ഈസ് ജനറലി അണ്ടർടേക്കൺ ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദി ഇയർ വെൻ ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഹാവ് ഓൾറെഡി ബീൻ പ്രിപ്പയർഡ്. അതായത് ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് ഈസ് ജനറലി അണ്ടർടേക്കൺ ആഫ്റ്റർ ദി ക്ലോസ് ഓഫ് ദി ഇയർ വെൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ഓൾറെഡി ബീൻ പ്രിപ്പയർഡ്. അതായത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഓഡിറ്റിംഗ് അവിടെ നടത്തുന്നത്. ആൻ അക്കൗണ്ടൻസ് ഹാസ് ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി കൺസേൺ. അതായത് ഒരു അക്കൗണ്ടൻറ്റ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദ ഓഡിറ്റർ ഹാസ് ടു വെരിഫൈ and report the accuracy and authenticity of the accounts and see which is drawn as per Companies Act.
അതായത് ഓഡിറ്റർ എന്താ ചെയ്യുന്നത്, അവർ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടുകൾ ഉണ്ടല്ലോ അത് വെരിഫൈ ചെയ്യുക, അതിലെ അക്യുറസിയും ഓതൻറ്റിസിറ്റിയും ഒക്കെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റർ അവിടെ ചെയ്യുന്നത്. ഓക്കെ. അക്കൗണ്ടൻസി ഈസ് നെസസിറ്റി, അതായത് അക്കൗണ്ടൻസി നിർബന്ധമാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും. എന്നാൽ ഓഡിറ്റിംഗ് വാസ് ലക്ഷറി, ഇറ്റ് ഈസ്, അതായത് ഓഡിറ്റിംഗ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ അത്ര നിർബന്ധമല്ല. പക്ഷേ ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമാണ് തോന്നുന്നുണ്ട് കേട്ടോ. An accountant is a salaried staff and a regular employee of the concern. He is an insider. അതായത് ഒരു അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു സാലറീഡ് സ്റ്റാഫാണ്. അവർ ഡെയിലി ഒരു സ്ഥാപനത്തിൽ വന്നു പോകുന്നവരായിരിക്കും, അവിടുത്തെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ. അവർ എന്താണ്, ഇൻസൈഡറാണ്. ഇൻസൈഡർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ളവരാണ്. ഓക്കെ. ആൻഡ് ഓഡിറ്റർ ഈസ് ആൻ ഔട്ട്സൈഡർ ആൻഡ് ഹീസ് പെയ്ഡ് ഫിക്സഡ് ഫീ. അതായത് ഒരു ഓഡിറ്റർ എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളാണ്, അയാൾ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടി വന്നതായിരിക്കും, അവർക്കൊരു ഫിക്സഡ് ഫീ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ആൻ അക്കൗണ്ടൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു സബ്മിറ്റ് എനി റിപ്പോർട്ട് ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ബിസിനസ്. അതായത് അക്കൗണ്ടൻറ്റ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പോർട്ടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ പ്രൊപ്രൈറ്റർ ഓഫ് ദി ബിസിനസ് റിഗാർഡിംഗ് ദ ഫെയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ. അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ആ ഒരു ബിസിനസ്സിൻ്റെ പ്രൊപ്രൈറ്റർക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ഫെയർനെസ്സൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു റിപ്പോർട്ട്, ആ ഒരു കൺസേണിനെ കുറിച്ചിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോൾ വ്യൂ ഉണ്ടല്ലോ, അത് റിലേറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ബുക്ക് കീപ്പിങ്ങും അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസിയും പറയാനുള്ളത്. ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു.